നമസ്കാരം. യൂത്ത് വ്യാജന്മാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പട്ടി ഷോയുടെ ചൂട് പിടിച്ചു. ഇന്നിപ്പോ കേച്ചു കുഞ്ഞുങ്ങളാണ് തലസ്ഥാനത്ത് അതേ ഷോ കാണിക്കാൻ ഇറങ്ങിയത്. ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി സതീശനാണ് യൂത്ത് വ്യാജന്മാരുടെ കരുത്തായി നിന്നതെങ്കിൽ ഇന്നിപ്പോ കേച്ചു കുഞ്ഞുങ്ങൾ കെടുതി അഭിഭാഷകനായിട്ടുള്ള കുഴലിനെയും കൊണ്ടാണ് വന്നത്. കാര്യം എല്ലാം ഞാൻ ഏറ്റു, നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം അങ്ങ് തകർത്തോളണം, ലോ പോയിന്റ് എല്ലാം പറഞ്ഞ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് നല്ല ആത്മവിശ്വാസം കൊടുത്താണ് വിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ കോൺഗ്രസ് ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ നിന്ന് ഇവരുടെ DGP ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. മാർച്ചിന്റെ തുടക്കത്തിൽ തന്നെ അവർ സമാധാനപൂർണമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തി തുടങ്ങിയത്. എന്നിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ പ്രതിഷേധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോലീസ് ഇന്നലത്തെ പോലെ ഗാന്ധിയൻ തത്വശാസ്ത്രം കാണിച്ചില്ല. കാര്യം ഇന്നലെ ഗാന്ധിയൻ തത്വശാസ്ത്രം കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് സതീശൻ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയത്. ഇന്ന് സ്വാഭാവികമായിട്ട് പ്രകോപനം തുടങ്ങിയപ്പോൾ തന്നെ, പ്രത്യേകിച്ച് DGP ഓഫീസിന് നേരെ നടക്കുന്ന ഒരു പ്രതിഷേധമായതുകൊണ്ട് പോലീസ് കുറച്ചുകൂടി അലർട്ടായി. കാര്യമായിട്ട് പോലീസ് ഒന്ന് ഇടപെടാൻ കാരണം തന്നെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ തീപ്പൊരി ഇറങ്ങി നിന്ന് 2 ലോ പോയിന്റ് പറഞ്ഞു. ലോ പോയിന്റ് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഇതായിരുന്നു പ്രതികരണം. ആ പ്രതികരണം പറയുമ്പോൾ ആരുടെ? കുഴലിന്റെ ഈ പ്രതികരണം കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ വാചകവും എന്തായിരുന്നു ആ പ്രതിഷേധ സമരം എന്നുള്ള ദൃശ്യങ്ങൾ കൂടി നിങ്ങൾ കാണണം. കാര്യം ഒരാൾ പ്രതികരിക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് ദൃശ്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ വാക്കും ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതാണ് ഈ സമരത്തിന്റെ ചുരുളഴിക്കുന്നതും പൊരുൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതും. കാരണം സാധാരണ രീതിയിൽ പോലീസ് സമരം പോകുന്ന വശത്ത് മാത്രമാണ് ഉണ്ടാകാറ്. പക്ഷേ ഇത് പോലീസ് പുറകുവശത്ത് നിന്ന് കുട്ടികളെ വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. ഞാനത് നിർദാരുണ്യം 4-5 പോലീസുകാർ ഇറന്ന് വീണ് കിടക്കുന്ന ഒരു പയ്യനെ അടിക്കുന്ന സമയത്ത് തടയുന്നതിന്റെ ഭാഗമായി തടഞ്ഞപ്പോൾ ഞാനടക്കം ഉണ്ടായിരുന്നവരെ അടിച്ച രംഗമാണ് ഈ കാണുന്നത്. പക്ഷേ പോലീസ് വളരെ അങ്ങേയറ്റം ക്രൂരമായി സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിരൂക്ഷമായി യാതൊരു പ്രകോപനവും ഇല്ലാതെ കുട്ടികളെ ബാരിക്കേഡ് കടക്കുകയോ അതല്ലെങ്കിൽ കുട്ടികൾ കല്ലെറിയുകയോ കുട്ടികളെ പട്ടികയിലെറിയോ ഒന്നും ചെയ്യാതെ തന്നെ വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് തന്നെ പോലീസ് ലാത്തിചാർജ് ആരംഭിക്കുകയായിരുന്നു. ഇന്ന് 3 കുട്ടികളുടെ തല പൊട്ടി. ഞാൻ തന്നെയാണ് 2 പേരെ വണ്ടിയിൽ കയറ്റി വിട്ടത്. ആംബുലൻസിൽ കൊണ്ടുപോയി. ബാക്കി ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കണ്ടല്ലോ, ഒന്നും ചെയ്യില്ല, സമാധാനപൂർണ്ണമായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ കലാപരിപാടികൾ, അതായത് ഈ ബാനറുകൾ ഇപ്പോ കോൺഗ്രസുകാർക്ക് സംഘപരിവാറുകാർക്കും ഒക്കെ വല്ലാത്ത ഒരു അരോചകം സൃഷ്ടിക്കുകയാണ്. ഇപ്പോ കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ ബാനർ കണ്ട ഗവർണറെ അല്ലെങ്കിൽ ബാനർ കണ്ട പാൻഖാൻജിയുടെ ഒരു വല്ലാത്ത വിറളിപിടി നിങ്ങൾ കണ്ടില്ലേ? അതുപോലെയാണ് തലസ്ഥാനത്ത് നവകേരള സദസ്സിന് വേണ്ടി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ കണ്ടപ്പോൾ ഇവർക്ക് വല്ലാത്ത ഒരു വിരുവിരുപ്പ്. അതായത് ബാനർ ഇവരെ കയറി കടിക്കും എന്നൊരു തോന്നലോ അല്ലെങ്കിൽ ബാനർ ഇവരെ കയറി പഞ്ഞിക്കിടുമോ എന്നുള്ള തോന്നലാണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇവർക്കുണ്ടായത്. അപ്പോ പ്രതിഷേധ സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുകയാണ്. വിളിക്കുന്ന മുദ്രാവാക്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ആർക്കെതിരെയാണ് എന്നുള്ള കാര്യം. പിണറായി വിജയന്റെ എന്തോ കാര്യത്തിന് വേണ്ടിയാണ് KSUക്കാർ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് കാര്യമെന്ന് അവർ തന്നെ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. KSUവും ഇന്നത്തെ സമരവും തമ്മിൽ എന്താണ് ബന്ധം? DGPയുടെ ഓഫീസിലേക്ക് എന്തിനായിരുന്നു പ്രതിഷേധമെന്ന് അവർക്കും അറിയില്ല, നടത്തിയവർക്കും അറിയില്ല, കൊണ്ടുപോയ കുഴലിനും അറിയില്ല. പക്ഷെ പോലീസ് ചാമ്പ്യൻ പറഞ്ഞു മോങ്ങുന്നത് കണ്ടു. സ്വാഭാവികമല്ലേ? അതായത് ഇന്നലെ തന്നെ സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അടിക്ക് അടി തന്നെ എന്നുള്ള രീതിയിലൊക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് കഴിവില്ലാത്തവരാണെന്ന് ഇവർ കരുതാൻ പാടില്ലല്ലോ. പോലീസുകാർ ഇന്നലെ എല്ലാം ഗാന്ധിയൻ ഒരു സമീപനം സ്വീകരിച്ചപ്പോ കയറി അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. അപ്പോ അതിന്റെ ചുവട് പിടിച്ചാണല്ലോ ഇന്നിപ്പോ കിളുന്തുകളും രംഗത്തിറങ്ങിയത്. അപ്പൊ കിളുന്തുകൾ കുറച്ചുകൂടി ആവേശഭരിതരായിട്ട് നമ്മുടെ അണ്ണൻ തമ്പിമാരെ കടത്തിവിട്ടണ പ്രകടനത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. സ്വാഭാവികമായിട്ട് DGP ഓഫീസ് പോലെ സെൻസിറ്റീവ് മേഖലയിൽ നടന്ന പ്രതിഷേധമാകുമ്പോൾ പ്രതിരോധിക്കേണ്ടി വരും. പ്രതിരോധിച്ചതിന്റെ മോങ്ങലാണ് പല സ്വരത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. ഒരു കുഴപ്പമില്ല, അത്യാവശ്യമായിരുന്നു. കാര്യം ഈ ആവശ്യമുള്ള കാര്യത്തിന് വന്ന് ആരെന്ത് ചെയ്താലും അതൊക്കെ നമുക്ക് ഈ നാട്ടിൽ സമരത്തിനെ അടിച്ചൊതുക്കേണ്ട കാര്യമില്ല, കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഷോ കാണിക്കാൻ വേണ്ടി കണ്ടില്ലേ, വളരെ സമാധാനപൂർണമായിട്ട് ഈ നിരത്തിലിരുന്ന മുഴുവൻ തകർത്തുകൊണ്ട് വരികയായിരുന്നു. ആ തകർത്തുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? പോലീസുകാർക്ക് സമ്മർദ്ദം ഉണ്ടാകും. കാര്യം ഒരു സമാധാനപൂർണമായിട്ട് വെറുതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരികയല്ല, കണ്ണി കണ്ടത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് വരുന്ന സമരം. ആ സമരത്തെ നേരിടണ്ടേ? അതിനെ അങ്ങ് വെറുതെ അങ്ങ് സമ്മതിച്ചു കൊടുക്കണോ? അത് ആരായിരുന്നാലും വച്ചണത്താവുള്ളത് അപ്പം കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഓർമ്മ വരത്തില്ല. അതായത് അടുത്ത തവണ ഇത് ചെയ്യാൻ പോകുമ്പോൾ ഓർമ്മ ഇരിക്കണം, പണ്ട് അല്ലെങ്കിൽ അന്ന് ഞാൻ ചെയ്തതിന് കിട്ടിയത് കുറച്ച് ദിവസം വച്ച് അനത്തിയെന്ന്. ആ അനത്തലായിരിക്കണം എല്ലാ കാലത്തും ഓരോ ഓർമ്മക്കുറിപ്പുകളായി ഒപ്പം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് കിട്ടിയതിൽ യാതൊരു ദുഃഖവുമില്ല.
രണ്ടെണ്ണം ഇതിന്റെ ഇടയിൽ കൂടെ ലോ പോയിന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുഴലിനും കൂടി കിട്ടിയിട്ടുണ്ട്. കുഴലിന് അത് കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഒരു അഭിപ്രായം. കാര്യം ഈ ലോ പോയിന്റ് പറഞ്ഞ് ആവശ്യമില്ലാത്ത ധൈര്യം കൊടുത്ത് ചിലരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ബലിയാടാക്കുന്നതിന് പോലീസുകാർ ആദ്യം പറ്റിക്കേണ്ടിയിരുന്ന കേച്ചുവിനല്ലായിരുന്നു. ഈ പറയുന്ന മുതലിന് രണ്ടെണ്ണം പറ്റിച്ചിരുന്നെങ്കിൽ കോൺഗ്രസുകാർക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൊട്ട ആത്മവിശ്വാസം കുറച്ച് കുറഞ്ഞേനെ. എന്തായാലും സമരം ന്യായമായിട്ടുള്ള സമരം അല്ലാത്തതിനാൽ തന്നെ ഇന്നിപ്പോ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല. ഈ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് പറയുന്നത് പോലെ ആദ്യം പോലീസുകാർ സമാധാനപൂർണ്ണമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള എന്നുള്ളതാണ്. അപ്പോ ഒരു ഘട്ടം ഇന്നലെ ചൊല്ലിക്കൊടുത്തു. ഇന്നിപ്പോ രണ്ടാം ഘട്ടം ആകുമ്പോൾ എന്ത് ചെയ്യണം? തല്ലിക്കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി തള്ളിക്കളയാനുള്ള പരിപാടിയാണ്. ബാക്കിയൊക്കെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളതിലേക്ക്. അതുകൊണ്ട് ഇന്നിപ്പോ കേച്ചു കിട്ടുകൾക്ക് കിട്ടിയത് ഇന്നലെ അണ്ണൻ തമ്പിമാർക്ക് കൂടി കരുതി വെച്ചിരുന്നതെല്ലാം കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുവച്ച് അനത്താനുള്ള ഒരു അവസരം കിട്ടിയത് ഒരു മഹാഭാഗ്യമായി കാണുന്നു. കാര്യം ഇതുവരെ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യമാണ്. കിട്ടിയപ്പോൾ എന്തായാലും പോലീസുകാർ കാര്യമായിട്ടൊന്ന് കൊടുത്തത് നല്ലത് തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് സമരം. അല്ലാതെ പൂമാലയും പൂമെത്തയും പ്രതീക്ഷിച്ചല്ല സമരത്തിന് ഇറങ്ങേണ്ടത്. അടി തിരിച്ചടിയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതായിരിക്കണം ഒരു നേതാവിനെ സൃഷ്ടിക്കേണ്ടത്. അല്ലാതെ പൂമെത്തയിലൂടെ നടന്നു വന്നവരല്ല നാളത്തെ നേതാക്കന്മാരാകേണ്ടത്. ഇങ്ങനെയുള്ള വലിയ സമരങ്ങൾ നേരിടുമ്പോൾ, അതായത് അനാവശ്യമായിട്ടുള്ള ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് സമരം ചെയ്യുമ്പോഴൊക്കെ അതിന്റെ തിരിച്ചടികൾ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന അനുരണനങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ നേതാക്കന്മാരും ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഇവരോട് വിനയപുരസരം അറിയിക്കുകയാണ്.